ഇറ്റ്സ് മീ കൈസ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്റെ കല്യാണം പുതുതായിട്ട് കഴിഞ്ഞു പറഞ്ഞു. നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടിയോൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല. അപ്പൊ ഷാജി ഇനി പുള്ളിക്കാരിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതിയതാണ്. കാരണം അമ്മാതിരി അപരാധങ്ങളാണല്ലോ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത്. എത്ര പറഞ്ഞിട്ടും അതിൽ ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് എന്നെ മൈൻഡ് ആക്കേണ്ട, ഒഴിവാക്കി വിടാമെന്ന് കരുതിയതായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാരി ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കെതിരെ പുള്ളിക്കാരി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ വഴിയാണ് ഞാൻ ആ വീഡിയോ അറിയുന്നത്. എന്തായാലും ആ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് കേട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കെതിരെ ഒരുപാട് ആളുകൾ പല വീഡിയോസും ചെയ്യാറുണ്ട്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല. പക്ഷെ ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ചിലത് ഞാൻ പ്രതികരിക്കും. അത് നമ്മൾ പ്രതികരിച്ചല്ലേ പറ്റൂ. അങ്ങനെ ലിമിറ്റ് ക്രോസ് ചെയ്ത ഒന്നായിട്ട് ഷാജിയുടെ വീഡിയോ എനിക്ക് തോന്നി. അപ്പൊ പിന്നെ രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. സംഭവം എല്ലാവർക്കും അറിയാം ഷാജിയെ കുറിച്ച്. പണ്ട് ഞാൻ നല്ലത് പറഞ്ഞ് വീഡിയോ ചെയ്ത ഒരാളായിരുന്നു. അവര് ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ്, 5 മക്കളും ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് യൂട്യൂബിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ അവരോട് ഭയങ്കര സഹതാപമൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവരെ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴല്ല മനസ്സിലായത് ഇവര് ഭൂലോക ഫ്രോഡാണെന്ന്. അതോടെ ഞാൻ ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ മാത്രമല്ല, മറ്റു പല റിയാക്ഷൻ വ്ളോഗേഴ്സും സംസാരിക്കാൻ തുടങ്ങി. അതോടെ ഇവരോട് ഉടായ്പ പരിപാടികളൊന്നും വില പോകാതെയായി. സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ദേഷ്യം കാണുമല്ലോ. അത് പുള്ളിക്കാരി പല രീതിയിലും പ്രകടിപ്പിക്കാൻ നോക്കിയിട്ടുമുണ്ടായിരുന്നു. അന്നൊക്കെ പുള്ളിക്കാരി ഏറെ കയറലായിരുന്നു പതിവ്. എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉമ്മയുമായിട്ട് ഷാജിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ. അതിനുശേഷം അവരെന്താണ് ചെയ്തത്? യൂട്യൂബ് ചാനൽ വന്നിരുന്ന കാണിച്ചിട്ട് സ്വന്തം ഉമ്മനെ നാട്ടിക്കുന്ന പരിപാടിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അല്ലേ. പക്ഷെ അതൊന്നും വില പോയില്ല. നമ്മളതെടുത്ത് നല്ലോണം എക്സ്പോസും ചെയ്തു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ഷാജിക്ക് എന്നോടുള്ള ദേഷ്യം കൂടല്ലോ. ഞാൻ കാരണമായിട്ട് ഇവരുടെ ഒരു ഫ്രോഡ് പരിപാടി ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇവര് ദേഷ്യം പിടിച്ചിട്ടാണ് എനിക്കെതിരെ ലൈവ് വരുന്നത്. ആ ലൈവിൽ ഇവര് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. അതുപോലെ ഈ റിയാക്ഷൻ വീഡിയോസ് തിന്ന് അണ്ണാക്കിൽ തരുന്നവർക്ക് എനിക്ക് പറയാനുള്ളതാണ്, എന്താ പറയാ, ആരാണ് ഇറ്റ്സ് മീ കൈസ് എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ എന്നെ നല്ല വാനോളം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ ഒരേറ്റ അടിക്ക് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം. പണ്ട് നിങ്ങൾ നല്ലൊരു സ്ത്രീയാണെന്ന് കരുതി നിങ്ങളോട് സാധാപൊക്കെ തോന്നിയിട്ടാണ് നിങ്ങളെ കുറിച്ച് ഞാൻ നല്ലത് പറയാൻ തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങളെപ്പോലെ ഒരു ഫ്രോഡ് സ്ത്രീ വേറെ ഇല്ലാന്ന്. അപ്പൊ പിന്നെ അങ്ങനെ തന്നെ താഴിട്ട് അത്രേ ഉള്ളൂ. ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് സ്വന്തം കയ്യിലിരിപ്പോണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഷാജിദക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കൊന്നും കൂടെ പറയാനില്ല. എന്നാലും ബാക്കി പറഞ്ഞാട്ടെ. നിന്റെ കല്യാണം പുതുതായിട്ട് കഴിഞ്ഞു പറഞ്ഞു. നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടിയോൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചിറച്ചി തിന്നിട്ട്, നീ എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കുന്ന സംഭവല്ലേ, നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല. അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു, നീ ഒരുപാട് പോവില്ല. അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ഉയരങ്ങൾ എത്തണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. ഇപ്പോൾ അത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞ കാര്യം, നീ നിന്റെ കുട്ടികൾക്കും കെട്ടികൾക്കും ഞങ്ങളുടെ പച്ചിറച്ചി അല്ല, എത്തിയും കുട്ടികളുടെ പച്ചിറച്ചി കൊണ്ട് വാങ്ങി കൊടുക്കുന്ന സംഭവം അത് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ല എന്ന്. ഞാൻ എവിടെയും നിങ്ങളുടെ എത്തിയ മക്കളുടെ പച്ചിറച്ചി തിന്നിട്ടില്ല. നിങ്ങളെ എത്തിയ മക്കളെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഞാൻ അവരെ കുറിച്ച് എവിടെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചത് മുഴുവനും നിങ്ങളെ കുറിച്ചാണ്. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ ഷാജിനെ വെല്ലുവിളിക്കാണ്. ഞാൻ എവിടെയെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ച് ചെയ്യാൻ പോകും. ഉറപ്പായിട്ടുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളെ മക്കളെ കുറിച്ച് മോശമായിട്ട് ഞാൻ എവിടെയും സംസാരിച്ചിട്ടില്ല. അത് തന്നെ സംഭവം. അപ്പൊ ചുമ്മാ അനാവശ്യമായി മക്കളെ പറയാത്ത വിഷയങ്ങളിൽ മക്കളെ വലിച്ചു കേൾക്കാൻ നോക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും ഷാജിദയെ കുറിച്ചിട്ടാണ്. ഇനി ഷാജിദയുടെ പച്ചിറച്ചി ഞാൻ തിന്നിട്ടുണ്ടെങ്കിൽ അമ്മാതിരി ഊളത്തരങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഷാജിദ കാണിച്ചു കൂട്ടുന്നതിനെ കൊണ്ട് തന്നെയാണ്. ഒന്നും വേണ്ട, ഷാജിദ ചെയ്യുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിന്ന് ഒന്ന് ഷാജിദ എടുത്തു നോക്കി. അതിൽ വരുന്ന 90% കമന്റുകളും ഷാജിദനെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകളാണ്. അതിനർത്ഥം ഈ കമന്റ് ബോക്സിൽ വരുന്ന എല്ലാവരും ഷാജിദനെ പച്ചിറച്ചി തിന്നാണെന്നാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഷാജിദന്റെ വീഡിയോ കണ്ടിട്ട് ആളുകൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതെന്റെ ചാനലിലൂടെ ഞാൻ വിളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. അതിന് ഷാജിദക്ക് ഏത് പെർസ്പെക്റ്റീവ് വേണമെങ്കിലും എടുക്കാം. ഉള്ളത് പറയാലോ, ഇവര് മാനിപ്പുലേറ്റ് ചെയ്യാൻ ബഹുമിടിക്കുകയാണ്. ഇവർക്ക് ശത്രുത തോന്നുന്ന എല്ലാവർക്കെതിരെയും ഇവരിങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അത് ഉമ്മോനോടാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും. അവരോട് ദേഷ്യം വന്നു കഴിഞ്ഞാണെങ്കിൽ നേരെ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കും. എന്നിട്ട് ഒരു കരച്ചിലാണ്, അയ്യോ എന്നെ ഒറ്റപ്പെടുത്തുന്നത്, എന്റെ മക്കളെ ഒറ്റപ്പെടുത്തുന്നത്, എന്നെ തല്ലിയ, എന്നെ കൊന്നെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നേരെ യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഇവരോട് സാധാപം കാണിക്കാൻ കുറച്ച് ആൾക്കാരും. അതാണ് വേറെ കോമഡി. ഇത്രയൊക്കെ ഫ്രോഡത്തരം കാണിച്ചിട്ടും ഇവരുടെ താഴെ ചില കമന്റുകൾ വരാറുണ്ട്. പാവട്ടോ 5 മക്കളെ കൊണ്ട് ഇനി ഇവർ എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട്. അവരോടൊക്കെയാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ദേഷ്യം തോന്നി പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഷാജിദ മാതിരി പരിപാടികൾ വീണ്ടും ചെയ്യുന്നത്. ഈ കേസ് തന്നെ എടുത്തു നോക്കി. ഞാൻ ഇവർക്കെതിരെ സംസാരിച്ചപ്പോൾ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് എന്താക്കി കാര്യങ്ങൾ, ഇവരുടെ മക്കൾക്കെതിരെ, എത്തി മക്കൾക്കെതിരെ ഞാൻ സംസാരിച്ചു എന്നാക്കി. ഇങ്ങനെയാണ് ഇവർ ഓരോ കാര്യങ്ങളും എടുത്ത്
എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. എന്തായാലും എന്നെ ശപിച്ച സ്ഥിതിക്ക് ഞാൻ തിരിച്ച് ഷാജിദയോട് ഒരു കാര്യം പറയാണ്. നിങ്ങൾ സ്വന്തം ഉമ്മയെ പബ്ലിക്കിന് മുന്നിൽ വളരെ മോശപ്പെട്ടവളായി ചിത്രീകരിക്കാൻ നോക്കിയവളല്ലേ. എന്തായാലും അമ്മാതിരി തമ്മാടിത്തരങ്ങളൊന്നും ഞാൻ എവിടെയും കാണിച്ചിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്വന്തം ഉമ്മാന്റെയും ശാപം വാങ്ങിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ എന്റെ ഭാര്യ ഇതിലേക്ക് വലിച്ചയച്ചത് അതെന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടതാണെന്നുള്ളത് എനിക്ക് നല്ലോണം മനസ്സിലാക്കണം. ഷാജി അവള് കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ ലൈഫ് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. വെറുതെ അതിലേക്ക് തലയിടാൻ നിൽക്കണ്ട. അപ്പൊ ഇനി എന്നെ ട്രിഗർ ചെയ്യാൻ വേണ്ടി എന്റെ ഭാര്യ എടുത്തിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല സംസാരിക്കുക. കുറച്ചും കൂടി കടുത്ത ഭാഷയിലായിരിക്കും ഇനി എന്റെ പ്രതികരണം. അത് ഷാജിദക്ക് സഹിക്കാൻ പറ്റുമോ അറിയില്ല. അല്ല ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എന്തായാലും പിന്നെയും ഇവരെന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മകൻ എന്തോ എക്സാമിന് മാർക്ക് കുറഞ്ഞപ്പോ മകന്റെ സ്കൂളിന് മുന്നിൽ പോയിട്ട് ഇവർ കാണിച്ച കലാപരിപാടികൾ നിങ്ങളൊന്ന് നോക്കണേ. മകൻ എത്തിങ്കാന സ്കൂളിലാണല്ലോ പഠിക്കുന്നത്. എന്തായാലും ഒന്ന് കണ്ടുനോക്കി. നാട് മുഴുവൻ ചുറ്റിട്ട് ഈ മക്കൾക്ക് അറിയാം ഞാൻ എത്ര ലക്ഷം റുപ്യ കടം വീട്ടിൽ കടക്കാര് 300 ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തു കൊടുക്കും. എന്റെ ജീവിതം ഇങ്ങനെ തൊലച്ചില്ല റബ്ബേ. എനിക്കിതിനൊരു തീരുമാനം കാട്ടി. എന്തായാലും കരുന്നേന്റെ അടുക്ക ആള് ഇടയ്ക്കിടെ ക്യാമറയിലൊക്കെ നോക്കുന്നുണ്ട്. എന്റെ റബ്ബേ ഓക്കെയാണ്, എനിക്കിതിനൊരു തീരുമാനം കാണണം. എന്തായാലും ഇങ്ങനെ ക്യാമറ നോക്കിയൊക്കെ സെറ്റാക്കി കരുന്നൊരു മനുഷ്യ സ്ത്രീനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ബാക്കി കണ്ടോക്കാം. എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എന്റെ കുട്ടീന്റെ മാർക്ക് ലിസ്റ്റ് അല്ല, എനിക്കിതിലൊരു തീരുമാനം എന്താ അടിച്ചോളെ. എന്റെ കുട്ടീന്റെ മാർക്ക് ലിസ്റ്റ്, എന്റെ ചാച്ചുവിന്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എന്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട. ഇനി എന്റെ മക്കളുടെ ഭാവിയില്ല. എനിക്ക് ഇവര് ഞാൻ ഇനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു? ഇവന് D+, ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എന്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാ? അടച്ചോനെ എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രം എന്റെ കുട്ടീനെ TC വാങ്ങാൻ 2 കൊല്ലം ഇവര് എനിക്ക് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ് ഇടയിൽ കൂടെ അടുങ്ങാറാക്കാൻ വരുന്നത്? മനുഷ്യൻ കാര്യമായിട്ട് കരയുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ അവന്റെ അടങ്കോലിടല്. എന്തായാലും എന്താണ് ആ പെർഫോമൻസ്? 2 കൊല്ലം എനിക്ക് അവര് മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ടില്ല. സമ്മതിച്ച് എങ്ങനെയാടോ ഇങ്ങനെയൊക്കെ കരയാൻ പറ്റുന്നത്? എന്നാലും ഷാജിദ് എങ്ങനെ കരയുമ്പോഴും എന്റെ ശ്രദ്ധ അതല്ല. ഷാജിദിന്റെ കണ്ണിന് ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല അല്ലേ? പക്ഷെ നല്ലോണം ആള് വിയർക്കുന്നുണ്ട്, നല്ലോണം വെട്ടി വിയർക്കുന്നുണ്ട്. ഇനി കണ്ണുനീരൊക്കെ വിയർപ്പായി വരുന്നതാണോ അവ എന്തോ? അല്ല ചിലർക്കൊക്കെ അങ്ങനെ വരാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. എന്തായാലും ഷാജിദിന്റെ ബാക്കി പെർഫോമൻസ് കണ്ടോക്കാം. എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അവരുടെ ഉപ്പായി അവരിനെ വിട്ടിട്ട് പോയി. എനിക്ക് എന്റെ മക്കളാണ് എന്റെ ജീവിതം. എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥാപനത്തിൽ എനിക്ക് ഇതൊന്നും ഇവരൊരു തീരുമാനത്തിനാണ്. ഞാൻ ഇവിടെ മരിക്കാനാണ് ഇതിനുള്ളെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഈ നെല്ലിപ്പുഴ DHSS സ്കൂള് സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് ഇത് ഷെരീഫാജിന് മാനേജ്മെന്റ് എനിക്ക് ഇവിടുത്തെ A to Z കാര്യങ്ങൾ അറിയില്ല. എൻ്റെ നാട് ഇവിടെ അല്ല. ഞാൻ പത്തിരിപ്പാലം നിൽക്കാനൂടെ വന്നതാണ്. എനിക്ക് എൻ്റെ കുട്ടീൻ്റെ മാർക്ക് എൻ്റെ കുട്ടീൻ്റെ മിണ്ടാജി പൊയ്ക്കട്ടോ. മനുഷ്യ കാര്യമായിട്ട് കരയുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുക്കാനാക്കാൻ വരരുത്. ഒന്ന് കരിഞ്ഞ് സെറ്റായി വരുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു വർത്താനം. അല്ലെങ്കിൽ ഷാജിദ് കരയുമ്പോൾ മക്കളെടുത്ത് നിർത്താൻ പാടില്ലായിരുന്നു. മക്കളൊന്ന് മാറ്റി നിർത്തി കരയണമായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മക്കൾ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അത് എടുക്കാറായി പോവല്ലേ. പാവം ആ മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ ഉമ്മ കാരണം മക്കൾ എത്രത്തോളം നാണം കിടന്നുണ്ടാവും അല്ലേ? എന്തോ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും കരിഞ്ഞ് കാട്ടാക്കുണ്ടല്ലേ ആശാത്തി. മക്കൾക്ക് മാർക്ക് കുറഞ്ഞ സ്കൂളുകാരാണ് ഷാജിദ കുറ്റം പറയുന്നത്. സ്കൂളുകാരെ മനഃപൂർവ്വം മാർക്ക് കുറച്ചതാണ് പോലും. എനിക്കിവിടെ ഷാജിദയോട് പറയണത്, മക്കൾക്ക് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ച് സ്കൂളിന് മുന്നിൽ നിന്ന് തുള്ളിയിട്ടൊന്നും യാതൊരു കാര്യമില്ല. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മക്കളെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഈ യൂട്യൂബിൽ ഇങ്ങനെ അപരാധം കാണിച്ച് നടക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ ഒന്ന് മക്കളെ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ ഒരു പ്രശ്നം മക്കൾക്ക് വരില്ലായിരുന്നു. അതിന്റെ വർത്തമാനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് 6ലും 7ലും 8ലും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു കുട്ടിയായിരുന്നു. അതിനെ മെഡൽ വരെ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം കുട്ടിയുടെ പെർഫോമൻസ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഉമ്മയുടെ യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങളൊക്കെ മകനെ മെന്റലി ബാധിച്ചിരിക്കണം. അതല്ലാതൊരു കാരണം ഞാനിവിടെ കാണുന്നില്ല. സോ യൂട്യൂബിൽ വന്നിങ്ങനെ ഓരോരോ കോപ്രായങ്ങളും അപരാധങ്ങളും കാണിച്ചു കൂട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മക്കൾ ഓർത്താൻ നന്ന്. എന്നിട്ട് മക്കൾക്ക് മാർക്ക് കുറഞ്ഞിട്ടും ഷാജിദ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? മക്കൾ വീണ്ടും യൂട്യൂബിൽ ലൈവ് ഇട്ടിട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മക്കൾ പറയുന്നുണ്ട് നിർത്തുമാന്ന്. എവിടെ നിർത്തുന്നു?
എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ, സോറി കരിഞ്ഞാട്ടെ. അടുത്തുനിന്ന് പൊയ്ക്കോ, പോടാ. പോ. കണ്ട പെണ്ണ് സാറ് നിങ്ങൾ കേൾക്കണം, പെണ്ണുങ്ങളില്ല എത്തിങ്ങാനും പെണ്ണുങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ ചാറ്റിങ് എന്റെ അടുത്തുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. 2 പേര് കഴിഞ്ഞ വല്ല പെണ്ണുങ്ങൾ ഞാൻ സാറിന് അയച്ചത് സാറിന് ഉണ്ടോ ഇല്ലേ എന്നെ മക്കള. അത് ശരി, മക്കളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടികളോട് ചാറ്റ് ചെയ്തതായിപ്പോ ഇവരുടെ പ്രശ്നം. എന്താണ് ഇവരുടെ ആക്ച്വൽ പ്രശ്നം എനിക്കിവിടെ മനസ്സിലാകുന്നില്ല. മക്കൾ ഇൻസ്റ്റാഗ്രാമിൽ പെൺകുട്ടികളോട് ചാറ്റ് ചെയ്തതാണോ അതോ മക്കൾക്ക് മാർക്ക് കുറഞ്ഞതാണോ? ഇതിങ്ങനെ മിനിറ്റിൽ കരയണതിന്റെ കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. എന്തൊരു അവസ്ഥയാണെന്ന് നോക്കിയേ. എന്തായാലും ബാക്കി പറഞ്ഞാലും ഇവർക്കറിയാം ഞാൻ എത്ര കഷ്ടപ്പെട്ടവര് വളർത്തേ. എന്റെ മക്കളുടെ ഭാവി എനിക്ക് കിട്ടണം. എന്റെ മോന് 6ാം ക്ലാസ് വരെ ഫുൾ A+. 3 കൊല്ലാണ് ഇവിടെ പഠിച്ചിരിക്കുന്നത്. ഈ 3 കൊല്ലം ഇവന്റെ മാർക്ക് എത്തിങ്ങാനത്തെ പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ്, ചാറ്റിങ്, ലവ്, ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ. ഇതാണ് ഇവിടെ നടക്കുന്നത്. സെക്ഷൽ ഹരാസ്മെന്റ്. ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ സെക്ഷലായിട്ട് എൻ്റെ മക്കളെ ഹരാസ്മെന്റ് ചെയ്യുക. 12 മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യുക. അവൻ ഇവിടെ നിലമ്പൂരുള്ളതാണ് ഉബൈദുള്ള. 30 വർഷം അവന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാണ്. 2 പെൺകുട്ടികളുടെ ഉപ്പയാണ്. പേരക്കുട്ടികൾ 70 വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളുടെ. അതുപോലെ തന്നെ എൻ്റെ കുട്ടികളെ തല്ല, ട്രൗസർ അയച്ചിട്ട് തല്ല, വേറുള്ള ചെയ്യുക. മറ്റു മക്കളുടെ മുന്നിൽ മാനം കെടുത്ത എന്തിനെങ്ങനെ ഇനിയിപ്പോ സാറിനെ മെക്കിട്ട് കയറിക്കോ. എന്തായാലും സാറ് വിട്ട് കേട്ടോ. സാറിനെതിരെ വമ്പ അലിഗേഷൻ ആണ് ഷാജിദ് ഉന്നയിച്ചിട്ടുള്ളത്. പിന്നെ ഷാജിദ് ആയതുകൊണ്ടും എല്ലാവർക്കും എതിരെ ഇങ്ങനെ പറയുന്നതിനെ കൊണ്ടും വലിയ കുഴപ്പമില്ല. ഇതിപ്പോ ആദ്യം കുട്ടികളുടെ മെക്കെട്ടായി, പിന്നെ ഇപ്പൊ സാറിന്റെ മെക്കെട്ടായി. ഇനിയിപ്പോ അടുത്തത് ആരുടെ മെക്കെട്ടാണോ എന്തോ. ചുമ്മാ കരിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ ഓരോരോ കാരണങ്ങളെ. ഇതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് അറിയോ? ഷാജിദ് ഈ കാണിക്കുന്നതെല്ലാം ഒരു നാടകമാണെന്ന് മനസ്സിലാക്കാത്ത കുറെ ടീംസ് വേറെയും ഉണ്ട്. അവരൊക്കെ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്യണ കാണാം. പാവട്ടോ, എന്തൊരവസ്ഥ ഇട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്. ഇവറ്റകൾക്ക് ഒരു ബോധം ഒളിവില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലായിക്കൂടെ ഇത് വമ്പ നാടകമാണ്. അതുപോലും മനസ്സിലാക്കുന്നില്ല എങ്കിൽ എനിക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഷാജിദയുടെ നാടകം തുടരട്ടെ. ഇനി അധികമായിട്ടൊന്നും ഞാൻ ഇവിടെ പറഞ്ഞില്ല. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നാളെ എനിക്കെതിരെ ഇനി വലിയ സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻ ആയിട്ട് വരെ. അതുകൊണ്ടാണ് ആരും ഇവരെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പൊ പിന്നെ പോയേരാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇനി ഒരു 4-5 ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. വേറെ ഒന്നല്ല, ചെറിയൊരു യാത്ര പോവാണ്. അപ്പൊ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും കാണാം.